ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനാസ് ഗുഡ് റെസിപ്പീസ്. ഇന്ന് നമ്മുടെ ചാനലിൽ കൂടി ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള ഒരു ചെറിയ സ്നാക്കാണ് ചെയ്യുന്നത്. ഒരു മധുരമാണ്. കേക്ക് ബൈറ്റ്സ്, മിനി കേക്ക് ബൈറ്റ്സ് ആണ് ചെയ്യുന്നത്. ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും, അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലേക്ക് പോകട്ടോ. ഞാനിവിടെ 2.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അതിനുള്ള ഒരു ബാറ്റർ കുഴയ്ക്കാനൊക്കെയുള്ള ഒരു മിക്സ് നമുക്ക് തയ്യാറാക്കാം. ഇതിലോട്ടായിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. ഇനി നമ്മൾ കുറച്ചൊരു പഞ്ചസാര പൊടിച്ച ശേഷം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് 2 ഏലക്കയും കൂടി ഇട്ടിട്ടുണ്ട്. ഒരു നുള്ളു സിനമൺ പൗഡർ, കറുവാപ്പട്ട പൊടിച്ചതാണ്. ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇതിലോട്ട് 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കുകയാണ്. നമുക്ക് ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ട കെട്ടാതെ മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് കുറേശ്ശെയായിട്ട് മൈദ മിക്സ് ചെയ്യാം. നമുക്ക് ഇത് ഈ ഒരു ബാറ്റർ മതിയാവും ഇത് കുഴച്ചെടുക്കാനായിട്ട്. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പാൽ ചേർത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യാം. വളരെ കുറച്ച് അളവിൽ പാല്, റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർക്കാം. നമുക്ക് പിന്നീട് ഇത് ചെറുതായിട്ട് ഉരുട്ടിയോ മുറിച്ചൊക്കെ എടുക്കാനുള്ളതാണ്. നമുക്ക് 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കയ്യിൽ എണ്ണ തടവി ചെറിയ ഉരുളകളായിട്ട് ബോൾസ് ഷേപ്പിലെടുക്കാം. ഒത്തിരി വലുത് വേണ്ട, നമുക്ക് വെന്ത് കിട്ടാൻ പ്രയാസമാവും. ഇത് ചപ്പാത്തിപ്പലയിൽ പരത്തിയിട്ട് കട്ട് ചെയ്തും എടുക്കാം. എണ്ണ തടവുമ്പോൾ നമുക്ക് ഒട്ടാതെ കിട്ടും. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ കേക്ക് ബൈറ്റ്സിനുള്ള ബാറ്റർ ഷേപ്പ് ചെയ്ത് ഇടാം. തീ മീഡിയത്തിലിടണം, കാരണം ഉള്ളു വെന്ത് കിട്ടണം. അതോടൊപ്പം പുറം അധികം കരിഞ്ഞും പോകരുത്. കുറച്ച് മുന്നിൽ കിടക്കുന്ന രീതിയിലുള്ള എണ്ണ വേണം. ഇത് റെഡിയാവും. നമ്മുടെ കേക്ക് ബൈറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം എണ്ണയൊന്നും ഇത് ചിലവാകുന്നില്ല. നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചത്, 1/4 കപ്പ് പഞ്ചസാരയുണ്ട്. ആ പൊടിച്ചത് അതൊക്കെ നമുക്കൊന്ന് തട്ടി കൊടുക്കാം.
ശരിക്കും ഒരു മിസ്റ്റി ഫീലിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. ബേക്കറിയിലൊക്കെ നമുക്ക് ഇതുപോലത്തെ പലഹാരങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ സീസണിൽ കേക്കൊക്കെ ഉണ്ടാക്കാൻ മടിയാണെങ്കിലും ഇതുപോലെയുള്ള ചെറിയ ചെറിയ പലഹാരങ്ങൾ റെഡിയാക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ. താങ്ക് യു ഫോർ വാച്ചിങ്.